മെയ് 7 വിശുദ്ധരായ ഫ്ലാവിയ ഡോമിറ്റില്ല, നെരിയൂസ്, അക്കില്ലൂസ്. ക്രിസ്തുവർഷം 98 രക്തസാക്ഷികളായി മരിക്കുകയും വിശുദ്ധരായി ആദരിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് വിശുദ്ധരായ ഫ്ലാവിയ ഡോമിറ്റില്ല, നെരിയൂസ്, അക്കില്ലൂസ് എന്നിവർ. ആദിമസഭയിൽ ഇവർ വളരെയധികം ആദരിക്കപ്പെട്ടിരുന്നു. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉയർന്നു നിൽക്കുന്ന 140 വിശുദ്ധരുടെ പ്രതിമകളിൽ 2 നെരിയൂസിൻ്റെയും അക്കില്ലൂസിൻ്റെയുമാണ്. 1874 വിശുദ്ധ ഡോമിറ്റില്ലയുടെ പേരിലുള്ള സെമിത്തേരി കണ്ടെത്തുകയും കുഴിച്ച് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വിശുദ്ധരായ നെരിയൂസ്, അക്കില്ലൂസ് എന്നിവർക്കായി സമർപ്പിക്കപ്പെട്ട 4-ാം നൂറ്റാണ്ടിലെ ഒരു ബസിലിക്ക കണ്ടെത്തി. ആ ബസിലിക്കയുടെ ഉള്ളിൽ അക്കില്ലൂസിനായി സമർപ്പിക്കപ്പെട്ട ഒരു മനോഹര സ്തംഭവും പുരുഷന്മാരുടെ രക്തസാക്ഷിത്വം ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും വിശുദ്ധ ഡമാസസ് മാർപ്പാപ്പായുടെ ഒരു ലിഖിതവും കണ്ടെത്തി. വിശുദ്ധ ഫ്ലാവിയ ഡോമിറ്റില്ല ഫ്ലാവിയൻ രാജവംശത്തിൽപ്പെട്ട ഒരു രാജകുമാരിയാണ്. ഫ്ലാവിയൻ രാജകുടുംബത്തിലെ വെസ്പാസിയൻ ചക്രവർത്തിയുടെ കൊച്ചുമകളും ചക്രവർത്തിമാരായ ടൈറ്റസിൻ്റെയും ഡൊമീഷ്യൻ്റെയും മരുമകളുമാണ് അവൾ. ഡോമിറ്റില്ല വിവാഹം ചെയ്തത് അവളുടെ അടുത്ത ബന്ധുവായ ടൈറ്റസ് ഫ്ലാവിയൻ ക്ലെമൻസിനെയാണ്. രാജകുടുംബാംഗവും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും ഉണ്ടായിരുന്നുവെങ്കിലും ഡോമിറ്റില്ലയും ക്ലെമൻസും യേശുവിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ സ്വീകരിക്കുകയും ഉറച്ച ക്രിസ്തുമത വിശ്വാസികളായി ജീവിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ആ കാലത്ത് അവരുടെ ധീരമായ വിശ്വാസ ജീവിതം മറ്റുള്ള വിശ്വാസികൾക്ക് വലിയ പ്രചോദനമായിരുന്നു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ സൈനികരായിരുന്നു സഹോദരങ്ങളായ നെരിയൂസും അക്കില്ലൂസും. ഡോമിറ്റില്ല ക്ലെമൻസ് കുടുംബത്തിൻ്റെ സഹായികളും അംഗരക്ഷകരുമായിരുന്നു അവർ. റോമിൽ വെച്ച് വിശുദ്ധ പത്രോസ് നെരിയൂസിനും അക്കില്ലൂസിനും മാമോദിസ നൽകി എന്ന ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനികളായി തീർന്ന ഈ സഹോദരങ്ങളുടെ പ്രേരണയാലാണ് ഡോമിറ്റില്ലയും ക്ലെമൻസും ക്രിസ്ത്യാനികളായത് എന്ന് കരുതപ്പെടുന്നു. റോമൻ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായതിൻ്റെ പേരിൽ ഡോമിറ്റില്ലയെയും ക്ലെമൻസിനെയും ഡൊമീഷ്യൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്തു. ക്ലെമൻസ് വധിക്കപ്പെട്ടു. വിധവയായിത്തീർന്ന ഡൊമിറ്റില്ല പിന്നീട് വലിയ സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന അവളെ തൈറേനിയൻ കടലിലെ പോണ്ടിയ ദ്വീപിലേക്ക് നാടുകടത്തി. ക്രിസ്ത്യാനികളായതിൻ്റെ പേരിൽ നെരിയൂസിനെയും അക്കില്ലൂസിനെയും ആ ദ്വീപിലേക്ക് തന്നെ നാടുകടത്തി. നീണ്ട വർഷങ്ങൾ ചെറിയ സെല്ലുകളിൽ ജീവിച്ച അവർ രക്തസാക്ഷിത്വത്തിന് തുല്യമായ സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. 300 വർഷങ്ങൾക്ക് ശേഷം ആ സെല്ലുകൾ നിലനിന്നിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. മാത്രമല്ല, ഫ്ലാവിയ ഡോമിറ്റില്ല നാടുകടത്തപ്പെട്ട സ്ഥലം എന്ന നിലയിൽ ആ ദ്വീപും പ്രസിദ്ധമായി. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പൗള റോമിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഈ വിശുദ്ധർ താമസിച്ചിരുന്ന സെല്ലുകൾ സന്ദർശിച്ചതായും ആത്മാവിൽ ഒരു ജ്വലനം അനുഭവിച്ചതായും വിശുദ്ധ ജെറോം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോമിറ്റില്ലയുടെ അവസാന കാലത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വിവരണങ്ങളുണ്ട്. പിന്നീട് അധികാരമേറ്റ ട്രാജൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം തെറാസിയാനായിലേക്ക് തിരിച്ചു വന്ന അവർ തൻ്റെ പ്രസംഗത്തിലൂടെയും അത്ഭുത പ്രവർത്തനത്തിലൂടെയും നിരവധി ആളുകളെ മാനസാന്തരപ്പെടുത്തി. പിന്നീട് അധികാരികൾ അവളെ പിടികൂടുകയും റോമൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിസമ്മതിച്ച അവളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും കന്യകകളായ യുഫ്രോസീന, തെയഡോറ എന്നിവർക്കൊപ്പം അവൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് തീയിടുകയും അങ്ങനെ അവൾ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. ട്രാജൻ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം നെരിയൂസും അക്കില്ലൂസും തറാസിനായിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷികളായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവരുടെ ശരീരം ആദ്യകാല ക്രിസ്ത്യൻ സെമിത്തേരികളിൽ ഒന്നായ ഡൊമിറ്റില്ലയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. 3 വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ ഒരുമിച്ചാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ റോമിലെ മറ്റൊരു പള്ളിയിലേക്ക് മാറ്റി. 592 മെയ് 12 മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ ഈ രക്തസാക്ഷികളുടെ കല്ലറയിൽ ബലിയർപ്പിച്ചു. തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നാം ആരുടെ കല്ലറയുടെ മുമ്പിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്തു. ഡമാസസ് പാപ്പ ഇവരുടെ കബറിടത്തിൽ സ്ഥാപിച്ച ശിലാലിഖിതങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
സൈനികരായ നിരീയൂസും അക്കില്യൂസും ഭയനിമിത്തം സ്വേച്ഛാധിപതിയുടെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതമേ, പെട്ടെന്ന് അവരുടെ ആക്രമണങ്ങൾ അവസാനിക്കുന്നു. അവർ മാനസാന്തരപ്പെട്ടു. ദുഷ്ടനേതാവിൻ്റെ പാളയത്തിൽ നിന്ന് തങ്ങളുടെ പോർച്ചട്ടയും പരിചയും രക്തപങ്കിലമായ അസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് അവർ പലായനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിൽ അവർ ആനന്ദം കൊണ്ടു. തിരുസഭയിൽ ഫ്ലാവിയസ് ഡൊമിറ്റല്ലയുടെ തിരുനാൾ മെയ് 7-നും വിശുദ്ധരായ നീരിയൂസിൻ്റെയും അക്വില്യൂസിൻ്റെയും തിരുനാൾ മെയ് 12-നും ആഘോഷിക്കുന്നു.